ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ യൂണിവേഴ്സിനോട് സംസാരിക്കാം, എങ്ങനെ യൂണിവേഴ്സിനോട് ചോദിക്കാം, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കറിയാമോ, ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നുണ്ടെങ്കിൽ തികച്ചും അത് നിങ്ങളുടെ ഉള്ളിലെ ഡിവൈൻ സൈനിൻ്റെ ലിമിറ്റ്ലെസ് എനർജി കൊണ്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഉറക്കത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. എൻ്റെ പേര് വിബി അരുൺ. യൂണിവേഴ്സിൻ്റെ ലിമിറ്റ്ലെസ് എനർജി നമുക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന യാത്രയിലെ ഒരു സ്നേഹമയിയായ സഹായിയാണ് ഞാൻ. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് നെവിലെ ഗൊഡാർഡിൻ്റെ അതിമനോഹരമായ ഒരു രഹസ്യ രീതിയാണ്. ഉറക്കത്തിന് മുൻപ് യൂണിവേഴ്സിനോട് മനസ്സിലാക്കി ചൊരുക്കുന്ന ഒരു മാജിക് മെത്തേഡ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സാധ്യമാകും, ഉറക്കത്തിലൂടെ തന്നെ. ആരാണ് നെവിലെ ഗൊഡാർഡ്? നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഒരു ഗ്രേറ്റ് സ്പിരിച്വൽ ലീഡർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു സന്ദേശമുണ്ട്: ഇമാജിനേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി. നമ്മൾ ഉള്ളിൽ കണ്ടതൊക്കെ തന്നെയാണ് നമുക്ക് പുറത്തായി കാണുന്നത്. അദ്ദേഹം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് സാറ്റ്സ്. സാറ്റ്സ് മീൻസ് സ്റ്റേറ്റ് ആക്കിൻ ടു സ്ലീപ്പ്. ഇത് എന്താണ് നമുക്ക് കാണിച്ചു നൽകുന്നത് എന്ന് നോക്കാം. സാറ്റ്സ് എന്നത് ഒരു ഹാഫ് സ്ലീപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് വേക്ക്ഫുൾനെസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു പകുതി ഉറക്കം, ആ ഒരു സ്റ്റേറ്റാണ് സാറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു ഗോൾഡൻ മൂമെൻ്റ് എന്നൊക്കെ പറയാം അതിനെ. അതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ കണക്ഷൻ, അതായത് അറ്റൻഷൻ പൂർണ്ണമായും അതിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ സവിശേഷത. നമ്മൾ ഇമാജിൻ ചെയ്യുക, അത് സത്യമായതായി ഫീൽ ചെയ്യുക. ഈ ഒറ്റ മെത്തേഡ് കൊണ്ട് അനേകം ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. നമുക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം, അല്ലേ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ റെഡി എന്നെഴുതൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക. സ്റ്റെപ്പ് 1, മനസ്സിലാക്കൂ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ അതിനോട് ഇമോഷണലി കണക്റ്റ് ആവുക. നിങ്ങളുടെ ആ ആഗ്രഹം ഫുൾഫിൽഡ് ആയാൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം, അല്ലേ? നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. അതുപോലെ സ്റ്റെപ്പ് 3, ഒരു ശാന്തമായ ഒരു മുറി, നമ്മൾ ഉറങ്ങാൻ പോകുന്ന സ്ഥലത്ത് കണ്ണടച്ച് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നല്ലൊരു ശ്വാസോച്ഛ്വാസം, ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം എടുക്കുക. സ്റ്റെപ്പ് 4 എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലൊരു ഷോർട്ട് മൈൻഡ് മൂവി കാണുക. മൈൻഡ് മൂവി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മനസ്സിൽ ഒരു നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് ഒരു സിനിമ കാണുക. ഒരു ചെറിയ സിനിമ, നമ്മുടെ എന്താണ് ആഗ്രഹം അതിനെക്കുറിച്ചൊരു സിനിമ കാണുക. ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരു കാര്യം. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കൊരു പുതിയ വീട് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പുതിയ വീട് മനസ്സിൽ കാണുമ്പോൾ ആ പുതിയ വീട് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പം ഞാൻ അതിൻ്റേതായി കാണാൻ തോന്നുമ്പം അതിൻ്റെ ഒരു ഗൃഹപ്രവേശ ചടങ്ങാണ് ഞാൻ കാണുന്നത്. ആ ഗൃഹപ്രവേശത്തിൽ എന്താ പറയുക, ഇപ്പം ഗൃഹപ്രവേശ ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും മനസ്സിൽ കാണുക. നമ്മൾ എന്താ പറയുക, വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതും നമ്മുടെ ആ ഡൈനിങ് ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, നമ്മുടെ ബെഡ്റൂമുകളൊക്കെ എങ്ങനെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മുടെ കിച്ചൺ ആണെങ്കിൽ നമ്മളെന്താ മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ ഏരിയയും നമ്മൾ മനസ്സിൽ കാണുക. നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ക്ഷണിച്ച അതിഥികൾ വരുന്നതായിട്ടും അവർക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട് കാണിച്ചു കൊടുക്കുന്നതും അതുപോലെ അവരുടെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും, അല്ലേ? ഗൃഹപ്രവേശന അത് ഫുള്ളൊരു മൂവിയായിട്ട് ഒരു സന്തോഷത്തിൽ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കാണുക.
അങ്ങനെ നമ്മൾ അവർക്ക് എന്താ പറയുക ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ വീടിനെക്കുറിച്ച് വിവരിക്കുകയാണ്. ഈ വീട് നമ്മൾ ഇന്ന ആൾ ഇപ്പം ഒരു ഡെവലപ്പേഴ്സ് ഏതെങ്കിലും നല്ല ഫേമസ് ആയ ഡെവലപ്പേഴ്സിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇതിങ്ങനെയാണ്, ഇതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാവനയിൽ കാണുക, നമ്മുടെ മൈൻഡ് മൂവിയായിട്ട് കാണുക. ഇനിയും അടുത്തതായിട്ട് സ്റ്റെപ്പ് 5 പറയുന്നത് നമ്മൾ ആ വീടിനെക്കുറിച്ചും ഗൃഹപ്രവേശത്തെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഫുൾ ഇമോഷണൽ ആവുക, ഫീൽ ചെയ്യുക, നന്നായിട്ട് ഫീൽ ചെയ്യുക. സംഭവിച്ചു കഴിഞ്ഞു, എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം കഴിഞ്ഞു, എല്ലാവരും വന്നു, എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടമായി, ഞാനതിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുകയാണ്. ആ ഒരു സന്തോഷം നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ശരിക്കും നമ്മളെ അങ്ങോട്ട് ഫീൽ ചെയ്യുക. ഇത് നടന്നു കഴിഞ്ഞു, ഇപ്പം എനിക്ക് ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുളിര് കോരുന്ന പോലെ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ മൈൻഡ് മൂവി. അപ്പോൾ ഇനി നമ്മുടെ ആഗ്രഹം ആരേറ്റെടുക്കും? യൂണിവേഴ്സ് ഏറ്റെടുക്കും. അത് നമ്മൾ യൂണിവേഴ്സിന് സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ഉറക്കത്തിന് മുമ്പുള്ള ആ ഒരു ഗോൾഡൻ മൊമെൻറ്റിലാണ് നമ്മളിതെല്ലാം കാണുന്നത്. അത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല ഇത് സത്യമാണോ കള്ളമാണോ, ഇവർ ഈ കാണുന്ന സ്വപ്നം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇത് കറക്റ്റുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ആഗ്രഹം സക്സസ് ആവും, അത് യൂണിവേഴ്സ് ഏറ്റെടുക്കും. പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ടിപ്സ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ടിപ്പ്, ഡൗട്ട് ഉണ്ടാകരുത്. ഇത് നടക്കുമോ? ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ വീടുണ്ടാവുമോ, എനിക്ക് നടക്കുമോ, എൻ്റെ ഗൃഹപ്രവേശം വയ്ക്കും, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഉറപ്പായിട്ടും അത് നടക്കും. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടും നമുക്കത് നടക്കും. നമ്മുടെ ഗൃഹപ്രവേശം ഉണ്ടാവും, നമ്മുടെ വീട് റെഡിയാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ജോലി കിട്ടാനാണെങ്കിൽ എൻ്റെ ജോലി എനിക്ക് എന്തായാലും ലഭിക്കും. അതുപോലെ കല്യാണം നടക്കാത്തവരാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ കല്യാണം നടക്കും. അങ്ങനെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മളത് നടക്കുന്നു ഉറച്ച് വിശ്വസിക്കുക. അതുപോലെ രണ്ടാമത്തെ ടിപ്പ്, ഇതൊരു ഗെയിം പോലെ എടുത്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് ഡെയിലി പ്രാക്ടീസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. ഓക്കെ, അതുപോലെ അടുത്തത് അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ്, അത് 21 ദിവസം തുടർച്ചയായി ചെയ്യുക. ഈ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അത് ഉറപ്പായിട്ട് സക്സസ്ഫുള്ളായിട്ട് മാറും. അതിനുശേഷം നമ്മളൊരു നല്ല ദീർഘ ശ്വാസം, അതായത് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? സ്നേഹത്തോടെ സന്തോഷത്തോടെ യൂണിവേഴ്സിനോട് എന്ത് പറയും? നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും അത് എപ്പോൾ വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വരരുത്. അത് നമ്മുടെ ആഗ്രഹത്തെ ഡിലേ ചെയ്യും, താമസം വരുത്തും കേട്ടോ. നമ്മളിപ്പം മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുക, അതായത് ഈ ഒരു കാര്യം എപ്പോൾ സംഭവിക്കും, അങ്ങനെ ഒരു തിങ്കിങ് പിന്നെ ഒരിക്കലും നമ്മുടെ മനസ്സ്, അത് സംഭവിച്ചിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഈ 21 ഡേയ്സ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പം ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ നമ്മുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യും? അത് ഡിലേ ചെയ്യും, താമസം വരുത്തും. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു അഫർമേഷൻ പറഞ്ഞു തരാം. എന്നും ഡെയിലി നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഈ അഫർമേഷൻ പറയണേ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മനസ്സിലെ സിനിമ കണ്ടതിന് ശേഷം, നമ്മുടെ ഉറക്കത്തിന് മുമ്പ് അല്ലേ, നമ്മളൊരു മനസ്സിൽ സിനിമ കാണണമെന്ന് പറഞ്ഞു, ആ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഗോൾഡൻ അവറിൽ, ആ ഗോൾഡൻ ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി ഇങ്ങനെ പറയേണ്ടത് ശ്രദ്ധിച്ചു കേൾക്കുക. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ഞാൻ അതിൽ ജീവിക്കുന്നു. ഒന്നും കൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ഞാൻ അതിൽ ജീവിക്കുന്നു. ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക. യെസ് ഐ ക്യാൻ, എനിക്ക് കഴിയും എന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. അപ്പോൾ അവർക്കും അവരുടെ ആഗ്രഹം ഈ മെത്തേഡ് വഴി സാധിച്ചെടുക്കാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ സാധിക്കാൻ കഴിഞ്ഞതിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിബി അരുൺ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.